നമസ്കാരം. ശബരിമലയിൽ ദുരൂഹത തീരുന്നില്ല. ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ തട്ടിയെടുത്തുവെന്ന ആരോപണം ഉയരുകയാണ്. 2019 നവീകരണത്തിന് കൊണ്ടുപോയ പാളിയല്ല തിരികെ കൊണ്ടുവന്നതെന്നുമാണ് വെളിപ്പെടുത്തൽ. തൂക്കത്തിൽ കുറവുണ്ടായതിനും അളവിൽ വ്യത്യാസം വന്നതിനും കാരണം ഇതാണെന്നും ചിത്രങ്ങൾ പരിശോധിച്ചാൽ തട്ടിപ്പ് വ്യക്തമാകുമെന്നും തട്ടാവിള കുടുംബാംഗം മഹേഷ് പണിക്കർ ആരോപിച്ചു. ശബരിമലയിൽ പഞ്ചലോഹ വിഗ്രഹം നിർമ്മിച്ചത് തട്ടാവിള കുടുംബമാണ്. ചെമ്പിൽ തങ്കപ്പാളി ഒട്ടിച്ചിരിക്കുന്ന രീതിയിലാണ് വിജയ് മല്യ സ്പോൺസർ ചെയ്തത്. അതല്ല തിരികെ വന്നിരിക്കുന്നത്. അതിന്റെ മോൾഡ് എടുത്ത് മറ്റൊന്നുണ്ടാക്കിയിരിക്കുകയാണ്. തങ്കത്തിന് വേണ്ടിയല്ല പാളികൾ തട്ടിയെടുത്തിരിക്കുന്നത്. ഇത് അയ്യപ്പന്റെ മുന്നിൽ വർഷങ്ങളോളം ഇരുന്നതാണ്. ഈ പാളികൾ കൈവശം വെച്ചാൽ വലിയ ഐശ്വര്യം വരുമെന്ന് പറഞ്ഞ് കോടികൾക്ക് വിൽക്കാം. ഇവിടെ നടന്നിരിക്കുന്നത് വിശ്വാസ കച്ചവടമാണ്. ഇതേക്കുറിച്ച് അന്വേഷണം വേണമെന്ന് മഹേഷ് പണിക്കർ പറഞ്ഞു. ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങൾക്ക് സമർപ്പിച്ച സ്വർണം പൂശിയ താങ്ങുപീഠങ്ങൾ കണ്ടെത്തിയെങ്കിലും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കങ്ങളിൽ അടിമുടി ദുരൂഹത തുടരുന്നു. ഇതിനിടെയാണ് പുതിയ വെളിപ്പെടുത്തൽ. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പീഠം കാണാതായ സംഭവത്തിലെ അന്വേഷണം സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് നീളുകയാണ്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ ചെന്നൈയിലാണ് ചെമ്പ് പാളികൾക്ക് സ്വർണം പൂശിയത്. ആ കാലത്ത് തന്നെ ദ്വാരപാലക ശില്പങ്ങൾക്ക് പീഠം കൂടി നിർമ്മിച്ചിരുന്നു. ഇവ ജീവനക്കാരനായ കോട്ടയം ആണിക്കാട് സ്വദേശി വാസുദേവൻ വഴി ശബരിമലയിലേക്ക് എത്തിച്ചെങ്കിലും അളവിലുള്ള വ്യത്യാസം കാരണം സ്ഥാപിക്കാനായില്ല. പിന്നീട് എവിടെയാണെന്നത് അറിയില്ലെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നത്. വാസുദേവൻ തന്നെ ഇത് സൂക്ഷിക്കുകയായിരുന്നുവെന്നും സ്വർണ്ണപ്പാളി വിവാദം വന്നതോടെ സഹോദരി മിനി ദേവിയുടെ വീട്ടിൽ എത്തിക്കുകയായിരുന്നു എന്നുമാണ് വിവരം. പീഠങ്ങൾ മഹസറിലോ റൂമിലോ ഇല്ലാതായതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് സംശയമുന നീണ്ടു. സന്നിധാനത്ത് പൂജാരിമാരെ സഹായിക്കാനാണ് വർഷങ്ങൾക്ക് മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിയത്. ദ്വാരപാലക ശില്പങ്ങൾക്ക് സമർപ്പിച്ച സ്വർണം പൂശിയ താങ്ങ് പീഠങ്ങൾ കണ്ടെത്തിയെങ്കിലും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ആരോപണം ശക്തമാണ്. അഴിച്ചെടുത്ത ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിൽ എത്തിച്ചത് 1 മാസം കഴിഞ്ഞാണെന്ന് 2019 കാലത്ത് തിരുവാഭരണ കമ്മീഷണറായിരുന്ന RJ രാധാകൃഷ്ണനും വെളിപ്പെടുത്തിയിരുന്നു. 2019 ഓഗസ്റ്റിലാണ് ഞാൻ തിരുവാഭരണ കമ്മീഷണറായി ചുമതലയേറ്റത്. ജൂലൈയിൽ തന്നെ ഇത് അഴിച്ചെടുത്ത് കൊണ്ടുപോയിരുന്നു. 1 മാസത്തിനു ശേഷമാണ് ഇത് ചെന്നൈയിൽ എത്തിയത്. ഇത്തരം ദിവസം ഇത് എവിടെയായിരുന്നു എന്നതിന് രേഖകളില്ല. ചെമ്പപ്പാളുകൾ ഇളക്കി തൂക്കം നോക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശുന്നതിനായി കൈമാറണമെന്ന് ദേവസ്വം ബോർഡ് ഉത്തരവിറക്കിയിട്ടുണ്ട്. A. പത്മകുമാറാണ് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ദേവസ്വത്തിലിരിക്കുന്ന വസ്തു എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ നൽകിയതെന്ന് അറിയില്ല എന്ന് RG രാധാകൃഷ്ണൻ വിശദീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മഹേഷ് പണിക്കരുടെ വെളിപ്പെടുത്തൽ. ദ്വാരപാലക ശില്പങ്ങൾ സ്വർണമാണെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ അതിന് എവിടെയും തെളിവില്ല. ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറണമെന്നിറക്കിയ ഉത്തരവിൽ ചെമ്പെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. ശബരിമലയിൽ പീഠങ്ങൾ നൽകിയെന്നും അവിടെ നിന്ന് കാണാതായെന്നുമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിലപാട്. കാണാതായെന്ന് പറഞ്ഞ പീഠങ്ങൾ ഉണ്ണികൃഷ്ണന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയതോടെ ദുരൂഹത കൂടി. ഇതിന് പിന്നാലെയാണ് കൂടുതൽ വെളിപ്പെടുത്തൽ വരുന്നത്. ആറന്മുള സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്ന ശബരിമലയിലെ സ്വർണം ഉൾപ്പെടെയുള്ളവയുടെ സൂക്ഷിപ്പുകാരൻ തിരുവാഭരണ കമ്മീഷണറാണ്. വഴിപാടായി കിട്ടുമ്പോഴും വിശേഷ ദിവസങ്ങളിൽ പൂജയ്ക്ക് കൊണ്ടുപോകുമ്പോഴും അറ്റകുറ്റപ്പണിക്ക് നൽകുമ്പോഴും തൂക്കം ഉൾപ്പെടെയുള്ളവ മഹസറായി രേഖപ്പെടുത്തി സൂക്ഷിക്കണമെന്നാണ് വ്യവസ്ഥ. ഇതെല്ലാം അട്ടിമറിക്കപ്പെട്ടു. ദേവസ്വം ബോർഡിലുള്ളവരുടെ സഹായമില്ലാതെ ഇതൊന്നും നടക്കില്ലെന്നതാണ് വസ്തുത. ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ റിട്ടയർഡ് ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ പരിശോധിച്ച് എല്ലാ വസ്തുക്കളുടെയും കണക്കെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ദ്വാരപാലക ശില്പപാളികളും പീഠവും സ്വർണം പൂശുന്നതിനായി കൊണ്ടുപോയ ശേഷം കാണാതായതുമായി ബന്ധപ്പെട്ട കേസിലാണ് ജസ്റ്റിസുമാരായ A. രാജ വിജയരാഘവൻ, K. വിജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം. സ്വർണ്ണപ്പാളി വിഷയത്തിൽ വീഴ്ച വരുത്തിയത് ആരെല്ലാമെന്ന് ശബരിമല ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ അന്വേഷിക്കണം. അന്വേഷണ വിവരങ്ങൾ രഹസ്യമായിരിക്കണം. അന്വേഷണ പുരോഗതി ഒക്ടോബർ 28 വിലയിരുത്തണമെന്നും കോടതി അറിയിച്ചു. കാണാതായ പീഠങ്ങൾ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരി മിനി ദേവിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തതായി ചീഫ് വിജിലൻസ് ഓഫീസർ അറിയിച്ചിരുന്നു. സ്പോൺസറുടെ ഇമെയിൽ പരാമർശിക്കുന്ന പഴയ ദ്വാരപാലക ശില്പങ്ങളും പീഠവും ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ കണ്ടെത്താനായില്ല. രജിസ്റ്ററിൽ വിവരങ്ങളില്ല. 1999 ശ്രീകോവിൽ മേൽക്കൂരയടക്കം മോടിയാക്കുന്നതിന് എത്ര സ്വർണം ഉപയോഗിച്ചുവെന്നത് രേഖകളിൽ ഇല്ലെന്നും 30 കിലോയിലധികം വേണ്ടി വന്നുവെന്നുമാണ് വിവരമെന്നും അറിയിച്ചു. വിശ്വാസികൾ നൽകുന്ന ആഭരണങ്ങളുടെയും
പണത്തിന്റെയും സ്വർണ്ണ നാണയങ്ങളുടെയും വിവരങ്ങൾ രജിസ്റ്ററിലുണ്ട്. ഇവ ലോക്കറിലും ചാക്കിൽ കെട്ടിയും സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും വിജിലൻസ് ഓഫീസർ അറിയിച്ചു. പീഠങ്ങൾ കാണാതായതിൽ ഗുരുതര വീഴ്ചയുണ്ടെന്ന് കോടതി വിമർശിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മൂല്യനിർണ്ണയത്തിനായി ജസ്റ്റിസ് KT ശങ്കരനെ നിയോഗിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിന് 5 ദിവസം മുൻപാണ് സ്വർണം പൂശിയ പീഠങ്ങൾ കാണാനില്ലെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോപിച്ചത്. ഇതിൽ ഗൂഢാലോചനയുണ്ടോ എന്നും പരിശോധിക്കും. ഇത്തവണയും സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണിക്കായി എത്തിക്കാമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം അധികൃതരെ അറിയിച്ചിരുന്നു. എന്നാൽ അത് അനുവദിക്കാനാവില്ലെന്ന് ബോർഡ് അറിയിച്ചിരുന്നു.